മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാടെത്തിയ രമേശ് പിഷാരടി അടുത്ത ഊളത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും SUPI കുറിച്ചും രമേശ് പിഷാരടിയുടെ നിലപാട് എന്താണ്, അവരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് രമേശ് പിഷാരടി പറയുന്നതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, ജിഹാദിസത്തിനെതിരെ ശോഭാ സുരേന്ദ്രന്റെ നിലപാട് എന്താണ് എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ നാടിനോട്, നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോടും എന്താണ് ശോഭാ സുരേന്ദ്രന്റെ നിലപാട് എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നിങ്ങൾ ഏതായാലും ആദ്യം തന്നെ ഈ രമേശ് പിഷാരടിയുടെ നിലപാടൊന്ന് കേട്ടു നോക്കൂ. നമുക്ക് പാലക്കാട് രാഹുൽ ജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആയിരുന്നു. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ രമേശ് പിഷാരടി തയ്യാറാവും. കാരണം വർഗീയതക്കെതിരെയാണ് പാലക്കാട്ടെ പോരാട്ടം എന്നാണല്ലോ. ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്തോരം പേര് ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും നടത്തിയിട്ടുണ്ട്, പാലക്കാട് വോട്ട് ചെയ്ത ആളുകളെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് ഇതായിരുന്നു ആദ്യം എന്ന് നിശ്ചയിക്കുന്നത്? കോളേജിന് മുന്നിൽ വോട്ടെണ്ണുന്ന സമയത്ത് അവരുടെ കൊടിയൊക്കെ തന്നെ അവര് രാഹുൽ മാങ്കോട്ടും അവരുടെ സംഘവും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ ഏതെങ്കിലും അയാളാണ് ആദ്യം സന്തോഷിച്ചത്, ഇയാളാണ് ആദ്യം സന്തോഷിച്ചത് നമ്മൾ ആദ്യം, ഞാനിപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രാഥമികമായി നമ്മളെല്ലാവരും ആദ്യം മനുഷ്യരാണ്. ഞാൻ എല്ലാവരെയും അങ്ങനെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അല്ല, ഈ വർഗീയതക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ള അതാണ് ചോദ്യം. എല്ലാവരുടെയും ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാവരും എന്റെ വോട്ടർമാരാണ്. ഞാൻ അവരെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. നിങ്ങൾ കേട്ടില്ലേ? പാലക്കാടൻ ജനത വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാ ഈ രമേശ് പിഷാരടിയൊക്കെ ആരെയാണ് ഈ വെളുപ്പിക്കുന്നത് എന്ന്. പിഷാരടിയെ എല്ലാ ആളുകളും ഈ പറയുന്നത് പോലെ മനുഷ്യരൊന്നല്ല. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് നമ്മളിൽപ്പെട്ട 26 പേരെ കൊല ചെയ്ത, അവരുടെ മതം നോക്കിക്കൊണ്ട് കൊല ചെയ്ത ഭീകരര് മനുഷ്യരല്ല പിഷാരടിയെ. ഈ രാജ്യത്തോട് കൂറുള്ള ഒരാൾക്കും അവരെ മനുഷ്യരായിട്ട് കാണാൻ സാധിക്കില്ല. അത് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന ഈ രാജ്യത്തെ ഭീകരരാ. നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഘടനയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്ന. ആ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച SUPIക്കാര് മനുഷ്യരുമാണ് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനോട് കൂറുള്ള ഒരാളും അതൊന്നും അംഗീകരിക്കില്ല പിഷാരടിയെ. ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും ഒരു ഐക്യത്തിൽ, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയും ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സുന്ദരമായ നാടാ. ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിച്ച് രംഗത്തെത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കാര് മനുഷ്യരുമാണ് എന്നൊന്നും പറഞ്ഞാൽ വിവേകമുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അത് അംഗീകരിക്കില്ല പിഷാരടിയെ. എല്ലാവരെയും ഈ പറയുന്നത് പോലെ മനുഷ്യരായിട്ട് കാണാൻ സാധിക്കില്ല. ഭീകരര്, ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാരെ ആ രീതിയിൽ തന്നെ കാണാൻ സാധിക്കൂ. നമ്മുടെ മണ്ണിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആളുകളെ നിങ്ങൾ മനുഷ്യത്വമുള്ളവരൊക്കെ ആക്കി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ ആരെയാണ് ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പാലക്കാടൻ ജനത കൃത്യമായിട്ട് തിരിച്ചറിയോ. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരേക്ക് പാലക്കാട് തന്നെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ തന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച്, രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ചും സുന്ദരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് എന്താണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ ജമായത്ത് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമ്പോൾ അന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഹൈക്കോടതിയിൽ. അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തത് ഇങ്ങനെയാണ്. എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് യുവാക്കളെ ദേശീയധാരയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞത് പോലും മറന്നുകൊണ്ടാണ് VD സതീശനെ പോലെയുള്ള ആളുകൾ 10 വോട്ടിന് വേണ്ടി ഭാവിയിലെങ്ങാനും എനിക്ക് ഒരു മുഖ്യമന്ത്രി കസേര കിട്ടുമോ
എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് അപകടകരമാണ്, വളരെ അപകടകരമാണ്. കാരണം അത് കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? 1996 കാലഘട്ടത്തിൽ അവർ കൈവിട്ടു, പക്ഷെ അവരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഭീകരവാദ സംഘടനകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയും നിന്റെ മതം നിനക്കും എന്റെ മതം എനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാത മാത്രമാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശ്വാസികളുടെ വഴിക്ക് വിടുക എന്നുള്ള തീരുമാനമല്ലേ എടുക്കേണ്ടത്? നിങ്ങൾ കേട്ടില്ലേ? എത്ര വ്യക്തമായ നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമി അപകടമാണ്. ശോഭാ സുരേന്ദ്രൻ നിലപാട് പ്രഖ്യാപിക്കുക. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ ഈ രമേശ് പിഷാരടി MLA സ്ഥാനത്തിന് വേണ്ടി, ഈ രമേശ് പിഷാരടിയുടെയൊക്കെ ഈ സിനിമയിലെ അഭിനയമൊക്കെ കണ്ട് മലയാളികൾ ഒന്നടങ്കം സന്തോഷത്തോട് കൂടിയിട്ട് കൈയടിച്ചിട്ടുള്ളതല്ലേ? ആ രമേശ് പിഷാരടിക്ക് എത്ര നിറകേടാണ് പാലക്കാടൻ ജനതയോട്, മലയാളികളോട് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാര്, CPIക്കാർ ഇവരുടെ വോട്ട് വാങ്ങുമോ എന്ന് ചോദിക്കുമ്പോ ഇവരൊക്കെ മനുഷ്യരല്ലേ, ഇവരൊന്നും മനുഷ്യരാണോ, മനുഷ്യരല്ലേ, മനുഷ്യത്വമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഇവരെയൊക്കെ വെളുപ്പിച്ചിട്ട് 4 വോട്ട് അധികം വാങ്ങാൻ രമേശ് പിഷാരടിയൊക്കെ ശ്രമിക്കുന്നത് പാലക്കാടൻ ജനത തിരിച്ചറിയണം. എല്ലാവരും മനുഷ്യരും മനുഷ്യത്വമുള്ള ആളുകളൊന്നുമല്ല. നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചവരെ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കോ? അവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ജിഹാദികളാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാ. അത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ മുൻകാലങ്ങളിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാ. മുമ്പുള്ള അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതേ പോപ്പുലർ ഫ്രണ്ടിന്റെ CPI തന്നെയാ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും പിഷാരടിക്ക് അറിയാഞ്ഞിട്ടല്ല. കേവലം 4 വോട്ടിന് വേണ്ടി ഉളപ്പില്ലാതെ വോട്ട് വാങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നതാ നിങ്ങൾ കേൾക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് എത്ര സുന്ദരമായിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണോ? നമ്മൾ എതിർക്കുന്നത് ഭീകരവാദത്തെയാണ്, തീവ്രവാദത്തെയാണ്, ജിഹാദിസത്തെയാണ്, അല്ലാതെ ഒരു മതത്തെയല്ല. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. കാന്തപുരം നരേന്ദ്രമോദിജിയെ കണ്ട് പുറത്തിറങ്ങി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് ചില ആളുകൾക്ക് പ്രകോപനമുണ്ടാക്കി. കാരണം അവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാനാണ് പൗരത്വ നിയമം എന്ന് അവർ പറഞ്ഞു. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇവിടെ അപകടമാണ് ഏക സിവിൽ കോഡ് വന്നാൽ എന്ന് അവർ പറഞ്ഞു. നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് 370 എടുത്തു കളഞ്ഞത് തെറ്റാണ് എന്ന് അവർ പറയാൻ ശ്രമിച്ചു. ഇതെല്ലാം പറയാൻ ശ്രമിച്ച ശ്രീമാൻ VD സതീശന് ഈ കാന്തപുരത്തിന്റെ യാത്ര ഇഷ്ടമായില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഇന്ന് വളരെ വിവേകത്തോടുകൂടി ചിന്തിക്കുന്ന വലിയ ഒരു കൂട്ടം ആളുകൾക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. സമസ്തയും പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി യുവാക്കളെ വഴിതെറ്റിക്കുകയാണ് എന്ന് അവരവരുടെ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, മുസ്ലിം യുവാക്കളെ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടത് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വികസനം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കണം എന്ന്. നിങ്ങൾ കേട്ടില്ലേ? എത്ര സുന്ദരമായിട്ട് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ശോഭാ സുരേന്ദ്രൻ ചേർത്ത് പിടിക്കുന്നു. അവരെടുത്തു പറയുന്നുണ്ട് കേരളത്തിലെ സമസ്ത, 2 സമസ്തയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. AP വിഭാഗ സംസ്ഥ ജമാഅത്തെ ഇസ്ലാമിയയുടെ അപകടത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. EK സംസ്ഥ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇതൊന്നും കാണുന്നില്ല. രമേശ് പിഷാരടിക്ക് 4 വോട്ട് കിട്ടണം, അധികം 4 വോട്ട് കിട്ടാനേ ഇത്ര ഉളുപ്പില്ലായ്മയാ ഈ പറയുന്ന രമേശ് പിഷാരടിക്ക്. ഞങ്ങൾ എല്ലാവരെയും മനുഷ്യരും മനുഷ്യത്വമുള്ളവരൊക്കെ ആയിട്ട് അത്തരത്തിൽ വിളിച്ചു പറയുന്നത് സകലരും കേട്ടില്ലേ? പാലക്കാടൻ ജനത ഗൗരവത്തില് ഈ രമേശ് പിഷാരടിയുടെയൊക്കെ നിറകേടിനെ തിരിച്ചറിയണോ? നമ്മുടെ കേരളത്തിന് തന്നെ അപകട. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പരസ്യമായിട്ട് ഇതുപോലെ പിന്തുണക്കുന്ന ആളുകൾ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് അപകട. അതുകൊണ്ട് തന്നെ പാലക്കാടൊക്കെ വിജയിച്ചു വരേണ്ടത് 100% ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പാലക്കാടൻ ജനത അവരെ തന്നെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.